ഉള്ളൂ ഇതിനകത്ത്. ആ, അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളോട്. ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്നലെ ബ്ലാക്ക് മിത്ത് ബുക്കൊങ്ങ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് മറ്റേ താനോസ് ബുണ്ടയില്ലേ, താനോസ് ബുണ്ട പണ്ണിയ സന്തോഷത്തിൽ ഞാൻ കിടന്ന് അലറിക്കൂവി. അലറിക്കൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിളിച്ചു കൂവി, ലെറ്റ്സ് ഗോ എന്നൊക്കെ പറഞ്ഞ് ചാടി എണ്ണീറ്റ് മറ്റേ ബഹളമായിരുന്നു ഇവിടെ. ഈ ബഹളം കേട്ടോണ്ട് അപ്പുറത്ത് അറബി പോലീസിൽ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്തു. എന്നെ രാത്രി അറബി കൊണ്ടുപോയി. അവർ കൊണ്ടുപോയിട്ട് എന്നെ കൊണ്ട് സൈൻ ചെയ്ത് മേടിച്ച് പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാണിംഗ്, ഇനി രാത്രി 9 മണി കഴിഞ്ഞിട്ട് ഇവിടെ ബഹളം കേട്ട് കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോകും. വേറെ ഒരു സംശയവും ഇല്ല, മനസ്സിലായോ? എന്നിട്ട് എന്നെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് മേടിച്ച്. കഷ്ടകാലം വരുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വരുമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇന്നലെ നൈസായിട്ട് കൊണ്ടുകൊണ്ട് എന്നെ മര്യാദയ്ക്ക് ഉപദേശിച്ചിട്ട് പറഞ്ഞ് പിള്ളേരൊക്കെ ഉള്ളതാ, അവർക്കൊക്കെ കിടന്ന് ഉറങ്ങണം. രാത്രിയായപ്പം ഓ മൈ ഗോഡ് ഫക്കിങ് ഗോ ഇതൊക്കെയാണ് ഞങ്ങൾ കേൾക്കുന്നത്. ചെറുക്കനൊക്കെ ചാടി എണ്ണീറ്റെന്ന്. ഞാൻ എന്ത് പറയണം, എനിക്ക് അറിഞ്ഞൂടാ. ലാസ്റ്റ് ഒരു വിധത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്ന് രാത്രി പുള്ളി എന്തോ മറ്റേ അവിടുത്തെ മെയിൻ ആള് കംപ്ലൈന്റ് കൊടുത്ത ആള് പുറത്ത് പോയേക്കുക. പുള്ളി തിരിച്ചു വരുമ്പോൾ പോയി സംസാരിക്കണം. അവസ്ഥയൊക്കെ നോക്കണേ എൻ്റെ ആളിയാ. സൗണ്ട് പ്രൂഫ് ഷീറ്റ് ഒട്ടിക്കുന്നു. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് എവിടുത്തെ ആൾക്കാരാ കംപ്ലൈന്റ് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ റൂം ഫുൾ അടച്ചിട്ടേക്കുക. ഞാൻ ഇവിടെ ഈ ജനലിലൊക്കെ മറ്റേ സീലിംഗ് ഒട്ടിച്ചിട്ടുണ്ട്, എല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം നേരെ ഫ്രണ്ടിൽ എൻ്റെ ഭിത്തിയുടെ അപ്പുറത്തെ ഭിത്തിയിൽ വേറൊരു റൂമുണ്ട്, മനസ്സിലായോ? ഇതിനകത്തൂടാണ് സൗണ്ട് പോകുന്നത്. എടാ എൻ്റെ സൗണ്ട് അത്രയ്ക്കും വലുതാണല്ലേ, എൻ്റെ ഭയങ്കര ചിലപ്പാ ഞാനല്ലേ. എന്തൊരവസ്ഥയാണെന്ന് പറയണല്ലേ. സൂപ്പർ അല്ലേ, സൂപ്പർ.